അധിനിവേശത്തിനെതിരായ ജനകീയ ബദലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറം ഈ നാടിനെ നെഞ്ചേറ്റി വളർന്ന പ്രസ്ഥാനം. COA എന്ന സംഘടനയിലൂടെ രൂപം കൊണ്ട കേരള വിഷൻ ഇന്ന് രാജ്യത്തെ ഇന്റർനെറ്റ് മേഖലയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന ബ്രാൻഡാണ്. നാടർപ്പിച്ച ജനവിശ്വാസത്തിലൂടെ വളർന്ന സംഘടന അതിന്റെ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ ജില്ലയിലെങ്ങും നടന്നത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ. ഈ മാസം 13-14 തീയതികളിൽ കൂത്തുപറമ്പിലാണ് COA കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ മേഖലാ കമ്മിറ്റി തിങ്കളാഴ്ച 3 വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ആദ്യം അവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തം നൽകി. സിറ്റി വിഷൻ ചെയർമാൻ TK കൃഷ്ണകുമാർ, ഓപ്പറേറ്റർമാരായ M മനോജ്, രാജേഷ് പെരിങ്ങളായി, ഷൈജു മീൻകുന്ന് എന്നിവരാണ് രക്തദാനം നടത്തിയത്. ബ്ലഡ് ഡോണേഴ്സ് കേരളയുമായി സഹകരിച്ചായിരുന്നു രക്തദാനം. BDK സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫസൽ ചാലാടും സംബന്ധിച്ചു. രക്തദാനം കഴിഞ്ഞ് COA കണ്ണൂർ മേഖലാ നേതാക്കളും ഓപ്പറേറ്റർമാരും എത്തിയത് കണ്ണൂർ മാർക്കറ്റിലേക്ക്. പ്ലാസ്റ്റിക് എന്ന പ്രകൃതിയെ കാർന്നു തിന്നുന്ന വില്ലനെതിരായ ബോധവൽക്കരണ പരിപാടി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരനും COAയുടെ ഉദ്യമത്തിന് ഒപ്പം ചേർന്നു. ക്യാൻസർ ബാധിതരിൽ രാജ്യത്ത് 2ാം സ്ഥാനം കേരളത്തിനാണെന്ന കാര്യം പറഞ്ഞ് പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടം നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദുരന്തം ഈ ഭൂമിയെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടാവില്ല. വരാനിരിക്കുന്ന ഭാവി തലമുറയുടെ കാര്യം ഒട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ സന്തോഷമുള്ളതായിരിക്കില്ല. വ്യാപകമായ രീതിയിൽ ക്യാൻസർ വരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള 2ാം സംസ്ഥാനമാണ് കേരളം. 2ാം സംസ്ഥാനം. നമ്മളിനി 1ാം സ്ഥാനത്തേക്ക് എത്തണമെന്നോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ കേരള കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ അവരുടെ സമ്മേളനത്തിന്റെ ഭാഗമായി വളരെ മാതൃകാപരമായി പ്ലാസ്റ്റിക്കിനെതിരെ പൊരുതണം എന്ന തീരുമാനം എടുത്തുകൊണ്ട് അവർ തുണിസഞ്ചി വിതരണം ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സഞ്ചിയിൽ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നവർക്ക് തുണിസഞ്ചി വിതരണം ചെയ്താണ് COA പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടത്തിൽ അണിചേർന്നത്. നിരത്തുകളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. കണ്ണൂർ അലവിലിൽ MVI NR റിജിന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധനയിൽ ഹെൽമറ്റ് ധരിക്കാത്തവരെയും കണ്ടെത്തി. അവർക്ക് അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞുകൊടുത്തു MVI. ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷൻ ഉണ്ട്, പുറകിലുള്ള ആൾക്കാർക്ക് പിന്നെ ഹെൽമെറ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ്. പിഴ പ്രതീക്ഷിച്ചു നിന്ന ഇരുചക്ര വാഹനക്കാർ ക്ലൈമാക്സിൽ പക്ഷേ ഞെട്ടി. അവർക്ക് COA കണ്ണൂർ മേഖലാ കമ്മിറ്റി ഒരുക്കിയ ഹെൽമറ്റ് നൽകി. ഇത്തവണ പിഴയില്ലെന്നും ഇനി ആവർത്തിച്ചാൽ ഇരട്ടിയാകും പിഴയെന്നും MVI മുന്നറിയിപ്പ് നൽകി. ചിറക്കൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP സാജിദ ഹെൽമറ്റ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. COAയുടെ പ്രവർത്തനങ്ങളെ KP സാജിദ ശ്ലാഘിച്ചു. വളരെ നല്ല കാര്യമല്ലേ നമ്മുടെ കേബിൾ TV അസോസിയേഷനും നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ഇന്നേ നടത്തിയത്. വളരെ ഒരു നല്ല കാര്യമാണ്. അത് ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം ഇനിയും തുടർന്ന് നിങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രാഫിക് ബോധവൽക്കരണത്തിനൊപ്പം ഹെൽമറ്റ് കൂടി നൽകി മോട്ടോർ വാഹന വകുപ്പിന് ഒപ്പം നിന്ന COAയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ NR റിജിനും അഭിനന്ദിച്ചു. മോട്ടോർ വാഹന വകുപ്പും കേബിൾ TV ഓപ്പറേറ്റേഴ്സും സംയുക്തമായിട്ട് ഒരു റോഡ് പരിശോധനയാണ് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ ഒന്നുമില്ല, നമ്മൾ സാധാരണയിൽ വിപരീതമായിട്ട് ഹെൽമെറ്റ് ധരിക്കാതെ വന്ന ആൾക്കാരെ സാധാരണ ഫൈൻ ഇടുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഹെൽമെറ്റ് ധരിക്കാതെ വന്ന ആൾക്കാർക്ക് നമ്മളൊരു ഹെൽമെറ്റ് സമ്മാനമായി നൽകി അവരെ ബോധവൽക്കരിച്ച് തുടർന്ന് അങ്ങനെ ഒരു പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയൊരു കൺസെപ്റ്റ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറോളം ചെക്ക് ചെയ്തതിൽ കുറേ ആൾക്കാരെ പിടിച്ചു. അവർക്ക് എല്ലാവരും തന്നെ നമ്മൾ ഹെൽമെറ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. മേഖലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ജില്ലാ സെക്രട്ടറി MR റിജീഷും കണ്ണൂർ വിഷൻ MD M വിനീഷ് കുമാറും അലവിലിൽ എത്തി. പരിപാടികൾക്ക് KTS MD KV വിനയകുമാർ, COA ജില്ലാ കമ്മിറ്റി അംഗം PP മുകുന്ദൻ, മേഖലാ പ്രസിഡന്റ് പ്രകാശൻ ആറാംകോട്ടം, സെക്രട്ടറി K റിയാസ്, ട്രഷറർ K സുജേഷ്, ജോയിന്റ് സെക്രട്ടറി KM വിപിൻ, സിറ്റി വിഷൻ ചെയർമാൻ TK കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടയാളപ്പെടുത്തലായി ഈ 3 പരിപാടികളും. ജില്ലയിലാകെ ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികളാണ് COA സംഘടിപ്പിച്ചിട്ടുള്ളത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.